ഓക്സിജൻ വിരളമായ ഹിമാലയൻ കൊടുമുടികൾ ആകാശത്തെ ഉരസി നിൽക്കുന്ന കിഴക്കൻ ലഡാക്കിലെ തണുത്തുറഞ്ഞ ഉയരങ്ങളിൽ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും ചിന്തിക്കാൻ പോലും പ്രയാസമായ ഒരു അത്യപൂർവ സൈനിക നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന ന്യോമ എയർബേസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി, ഏകദേശം 4,176 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമത്താവളം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമത്താവളം എന്ന നിലയിൽ പുതിയൊരു അധ്യായമാണ് കുറിച്ചിരിക്കുന്നത്. ചൈനീസ് അതിർത്തിയിൽ നിന്ന് കേവലം 50 കിലോമീറ്റർ മാത്രം അകലെ ചാങ്താങ് മേഖലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ന്യോമ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിക്ക് ഒരു ഉരുക്ക് കവചമായി മാറുകയാണ്. ഈ താവളം സജ്ജമായതോടെ റഫാൽ, സുഖോയ്, 30 MKI തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് ഹിമാലയൻ മണ്ണിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും. ന്യോമയുടെ ചരിത്രപരമായ പ്രാധാന്യം, സാങ്കേതിക വെല്ലുവിളികൾ, തന്ത്രപരമായ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. ന്യോമയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1962 ഇൻഡോ ചൈന യുദ്ധകാലത്താണ്. അന്നൊരു സാധാരണ ലാൻഡിംഗ് സ്ട്രിപ്പായി തുടങ്ങിയ ഈ സൈനിക കേന്ദ്രം പതിറ്റാണ്ടുകളോളം പ്രവർത്തനരഹിതമായി കിടന്നു. എന്നാൽ സൈനിക ആധിപത്യത്തിൻ്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന 2009 ഒരു സാഹസിക നീക്കം നടത്തി. IAFൻ്റെ AN-32 ട്രാൻസ്പോർട്ട് വിമാനം ന്യോമയിൽ വിജയകരമായി ഇറക്കി. ഈ താവളത്തിൻ്റെ പുനരുജ്ജീവനത്തിന് അത് വഴി തുറക്കുകയും ചെയ്തു. എന്നാൽ ന്യോമയുടെ നിർണായകമായ പരിവർത്തനത്തിന് ആക്കം കൂട്ടിയത് 2020 ഗൽവാൻ താഴ്വരയിലെ സംഘർഷമാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ വ്യോമാധിപത്യം ഇനിയും വൈകിക്കൂടാ എന്ന ഇന്ത്യൻ പ്രതിരോധ നേതൃത്വം ഉറച്ച് തീരുമാനിച്ചു. 2021 ന്യോമയെ ഒരു പൂർണ്ണ സജ്ജമായ ഫൈറ്റർ ബേസാക്കി മാറ്റാനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ മലമ്പാതകൾ നിർമ്മിച്ച ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ പ്രോജക്റ്റ് ഹിമാങ്കാണ് 220 കോടി രൂപയുടെ ഈ മഹാദൗത്യം ഏറ്റെടുത്തത്. അതിശൈത്യത്തിലും നേർത്ത ഓക്സിജനിലും ഹിമക്കാറ്റിലും വർഷങ്ങളോളം നീണ്ട അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ഈ എയർബേസ് ഇന്ന് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിരിക്കുന്നു. ഇത് കേവലം ഒരു എഞ്ചിനീയറിംഗ് നേട്ടമല്ല, മറിച്ച് മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ മലയിടുക്കുകൾക്കിടയിൽ ഒരു വെള്ളിരേഖ കണക്കെ 3 കിലോമീറ്റർ നീളമുള്ള റൺവേയാണ് ന്യോമയുടെ പ്രധാന ആകർഷണം. ഈ റൺവേയാണ് സുഖോയ്, 30 MKI, റഫാൽ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ അവസരം നൽകുന്നത്. എന്നാൽ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ഭീമാകാരമായ C-17, ഗ്ലോബ് മാസ്റ്റർ 3, IL-76 ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും ഉൾക്കൊള്ളാൻ ന്യോമയ്ക്ക് കഴിയും. ടാങ്കുകൾ, സൈനികർ, മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ഭാരമേറിയ സൈനികോപകരണങ്ങൾ അതിവേഗം അതിർത്തിയിലേക്ക് എത്തിക്കാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. പുതിയ ന്യോമ എയർബേസിനുള്ളിൽ വിമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി നിരവധി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും കനത്ത കാറ്റിൽ നിന്നും വിമാനങ്ങൾക്ക് സുരക്ഷയേകുന്ന കഠിനമായ ഷെൽട്ടറുകളാണ്. കൂടാതെ വിമാനങ്ങളുടെ സുരക്ഷിതമായ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും കൃത്യമായ ദിശ നൽകുന്നതിന് ഒരു ആധുനിക എയർ ട്രാഫിക് കൺട്രോൾ കോംപ്ലക്സും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ശക്തമായ കാറ്റുകളെയും ഷെല്ലാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തികളോടുകൂടിയ ബ്ലാസ്റ്റ് പെന്നുകളും ഈ എയർബേസിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇതിനോടകം സുഖോയ് വിമാനങ്ങൾ ന്യോമയിൽ നിന്ന് പറന്നുയർന്നു കഴിഞ്ഞു എന്ന വാർത്തകൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രത്തിലെ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ വലിയ തന്ത്രപരമായ നേട്ടമാണ് ന്യോമ എയർബേസ് നൽകുന്നത്. ലേ, തോയിസ് എന്നിവിടങ്ങളിലെ നിലവിലുള്ള ഉയർന്ന വ്യോമത്താവളങ്ങളുടെ ശൃംഖലയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഇത് ലഡാക്ക് പർവ്വതനിരകളിലെ ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ വലയം വിപുലീകരിക്കുന്നു. പാങ്കോങ് തടാകത്തിൻ്റെ തെക്ക് ഭാഗത്തും ദെങ്ചോക്ക്, ഡെപ്സാങ് സമതലങ്ങൾക്ക് അടുത്തുള്ള ന്യോമയുടെ തന്ത്രപരമായ സ്ഥാനം അതിർത്തിയിലുണ്ടാകുന്ന ഏത് നീക്കങ്ങളോടും അതിവേഗം പ്രതികരിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് നൽകുന്നു. ലോകത്തിലെ ഏറ്റവും ദുർഘടമായ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈനികർക്ക് C-130J സൂപ്പർ ഹെർക്കുലീസ് പോലെയുള്ള ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വഴിയും ഹെലികോപ്റ്ററുകൾ വഴിയും സാധാരണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക്സ് ഏകോപനം മെച്ചപ്പെടുത്താനും ഈ എയർബേസ് സഹായിക്കുന്നു. ചുരുക്കത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമയവും ദൂരവും കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് നിർണായക മുൻതൂക്കം നേടുന്നതിൽ ന്യോമ ഒരു പ്രധാന പങ്ക് വഹിക്കും. ഏകദേശം 14,000 അടി ഉയരത്തിൽ വായുവിൻ്റെ സാന്ദ്രത വളരെ കുറവാണ്. ഇത് ജെറ്റ് എഞ്ചിനുകളുടെ പ്രൊപ്പൽഷൻ ശക്തിയെ പരിമിതപ്പെടുത്തുന്നു. ഈ പ്രശ്നം മറികടക്കാൻ എഞ്ചിനീയർമാർ ബുദ്ധിപരമായ പ്രതിവിധികൾ കണ്ടെത്തി. നേർത്ത വായുവിൽ പറന്നുയരാൻ കൂടുതൽ ദൂരം ആവശ്യമായതിനാൽ റൺവേയുടെ നീളം വർദ്ധിപ്പിച്ചു. യുദ്ധവിമാനങ്ങളെയും ഭീമാകാരമായ ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും താങ്ങാൻ കഴിയുന്ന തരത്തിൽ റൺവേയുടെ ഉപരിതലം ശക്തിപ്പെടുത്തി. ഇതിനു പുറമെ താപനില -40 ഡിഗ്രി വരെ താഴുന്നത് ഒരു നിത്യ വെല്ലുവിളിയാണ്. മഞ്ഞുവീഴ്ച റൺവേകളെ മൂടുന്നു. അത്യധികം തണുപ്പുള്ള കാറ്റ് അറ്റകുറ്റപ്പണികളെ ദുഷ്കരമാക്കുന്നു.
ഇന്ധനം നിറയ്ക്കുന്നതിലും ഓരോ ടേക്ക് ഓഫിലും കൃത്യതയും അചഞ്ചലമായ മനക്കരുത്തും ആവശ്യമാണ്. നോമയുടെ പ്രവർത്തനം പ്രകൃതിയുടെ കഠിനമായ വെല്ലുവിളികൾക്കെതിരെയുള്ള മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. നോമ എയർബേസ് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിലുപരി ഇന്ത്യയുടെ തന്ത്രപരമായ സന്ദേശമാണ്. ലോകത്തിൻ്റെ മേൽക്കൂരയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെയും അതിർത്തി പ്രതിരോധത്തിൽ സ്ഥിരതയും സന്നദ്ധതയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമാണിത്. നോമയിൽ നിന്നുള്ള ഓരോ സൈനിക പറക്കലും ഹിമാലയത്തിലുടനീളം പ്രതിധ്വനിക്കുന്നു. അത് കേവലം ഒരു പ്രദേശത്തിന്മേലുള്ള അവകാശവാദം മാത്രമല്ല, സാങ്കേതിക മികവിലും തന്ത്രപരമായ വൈദഗ്ധ്യത്തിലും മനുഷ്യൻ്റെ അതിജീവന ശേഷിയിലും ഇന്ത്യക്കുള്ള ആധിപത്യത്തെയാണ് ഉറപ്പിക്കുന്നത്. ഈ പുതിയ കോട്ട വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയുടെ സുരക്ഷയിൽ ഒരു നിർണായക പങ്ക് വഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.